إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹനിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെ ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗ്ഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഏറ്റവും നല്ല തഖ്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരെയും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൽ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ
ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാമിന് ഈ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ, ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും നാമങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, പ്രപഞ്ചത്തിലെ കോടാനുകോടി വസ്തുക്കളുടെ പേരുകൾ, ആ വസ്തുക്കളുടെ പൊരുളുകൾ എന്തെല്ലാമാണ്, അതിന്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങളിലൂടെ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും അവന്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ലക്ഷ്യത്തോടുകൂടി മുന്നേറാനുള്ള ഒരു വിവേചന ബുദ്ധി, വിവേകം അള്ളാഹു മനുഷ്യന് നൽകി എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ആ നന്മയുടെ തക്കതായ പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും രൂപത്തിലുള്ള തിന്മകളോ കുറ്റങ്ങളോ പാപങ്ങളോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കുമുള്ള തക്കതായ തുല്യമായ ഒരു ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് അവർക്കും ലഭിക്കുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് അവർക്ക് അതിന് തുല്യതയുള്ള, അവർ അർഹിക്കുന്ന രൂപത്തിലുള്ള രക്ഷയും ശിക്ഷയും പ്രതിഫലവും ഒക്കെ അവർക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അവിടെയാണ് പരലോകത്തിന്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസം വരാനുണ്ട്. ഈ പ്രതിഫല ദിവസത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ദുനിയാവിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അല്ലാഹു കൃത്യമായി വിധി കൽപ്പിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ ഒരാളെ വധിച്ചു, നമുക്കെന്ത് ചെയ്യാം? കൊന്നയാളെ പകരമായി കൊല്ലാൻ സാധിക്കും. എന്നാൽ ഒരാൾ 100 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? 100 പ്രാവശ്യം കൊല്ലാൻ സാധിക്കില്ല. തുല്യത അവിടെ നടപ്പാകില്ല. ആ തുല്യത നടപ്പാകുന്ന ലോകമാണ് പരലോകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കൃത്യമായ നന്മയ്ക്കുള്ള പ്രതിഫലങ്ങളും തിന്മയ്ക്കുള്ള ശിക്ഷയും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ നന്മ തിന്മകൾ ഒരു മനുഷ്യൻ തിരിച്ചറിയുക? ഒരു മനുഷ്യനും അവന്റെ വിവേചന ബുദ്ധി കൊണ്ട് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവില്ല. അത് മനുഷ്യന് ലഭിക്കുന്നത് അവനെ പടച്ചവനായ റബ്ബിന്റെയും അവനെ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരോട് പറയുന്ന വാക്കുകളാണ്, ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. എന്നിട്ടോ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനം, സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനം വന്നെത്തുമ്പോ ആരാണോ അതിനെ കൃത്യമായി പിൻപറ്റുന്നത്, മുറുകെ പിടിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ പിന്നെ ഒന്നിനെ കുറിച്ചും വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ പേടിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അവർക്ക് നാളെ വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ റബ്ബ് ഒരു സന്മാർഗം അവർക്ക് വന്നെത്തുമെന്ന് പറയുമ്പോൾ ആ സന്മാർഗവുമായിട്ട് മനുഷ്യരിലേക്ക് അല്ലാഹ് അയച്ച ആളുകളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറൻ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. നബിയെ, താങ്കളെ സത്യവുമായിട്ട് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുവാനും ജനങ്ങൾക്ക് താക്കീത് നൽകുവാനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായി താങ്കൾ നിയോഗിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിലെ ഒരു പ്രവാചകന്മാരും കടന്നു പോകാത്തൊരു സമുദായവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനവുമായി ദുനിയാവിലെ മുഴുവൻ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നു. നമ്മിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം മതത്തിനെ പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം മതത്തിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, ഇസ്ലാം മതത്തിലേക്ക് പുതുതായി കൊണ്ടുവരേണ്ടതില്ല. ഒരാൾക്ക് തോന്നുകയാണ് ഈ കാര്യങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് ഇതുകൂടി എന്ത് ചെയ്യാം, മതത്തിന്റെ ഭാഗമായി ആചരിക്കാൻ കൊള്ളാമെന്ന് തോന്നിയാൽ അതൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ആശ്വാസമാണ്, മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാണ്. ഇസ്ലാം അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ മാത്രം മതി, മറ്റാരുടെയും വാക്കുകൾക്ക് പിന്നാലെ പോകേണ്ടതില്ല എന്നുള്ളതാണ്. കൃത്യമായ ഗൈഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഗൈഡൻസുമായി, ഹുദയുമായി, സന്മാർഗവുമായി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വിശ്വാസികളുടെയും നിർബന്ധമായ ബാധ്യതയാണ് ആ പ്രവാചകനെ അനുസരിക്കുക, ആ പ്രവാചകനെ പിൻപറ്റുക, ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്. ആ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാളും യഥാർത്ഥമായ വിശ്വാസിയായി മാറുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുഹും, നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഏതെല്ലാം മനുഷ്യന്മാരുണ്ടോ ആ മനുഷ്യന്മാരെക്കാളൊക്കെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടായിരിക്കണം? നമ്മുടെ ഹബീബിനോടായിരിക്കണം എന്നുള്ളതാണ്. ആ ഇഷ്ടം എത്രത്തോളം ആയിരിക്കണം? പരിശുദ്ധ ഖുർആൻ വളരെ വിശാലമായി തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഖതറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നിങ്ങളുടെ പിതാക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, അതുപോലെ തന്നെ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ദുനിയാവിൽ നമുക്ക് വലിയ സമ്മാനമായി, അലങ്കാരമായി, അനുഗ്രഹമായി, വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടത് അള്ളയും റസൂലും ആയിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പറയുന്നത്. അങ്ങനെ ദുനിയാവിൽ നമ്മുടെ വിഭവങ്ങളെക്കാളേറെ അള്ളയും റസൂലും ആകാത്തിടത്തോളം കാലം റബ്ബിന്റെ ഒരു കൽപ്പന വരുന്നതിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം എന്നുള്ളതാണ്. മനുഷ്യന്മാർ ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ധിക്കാരികളായ ജനങ്ങളെ ഒരു കാരണവശാലും അല്ലാഹു നേർവഴിയിലാക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് സന്മാർഗവുമായി വന്നിട്ടുള്ള ആ പ്രവാചകന്റെ ജീവിതം, ആ പ്രവാചകന്റെ ചര്യ കൃത്യമായി നമ്മൾ അനുധാവനം ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? 3 കാര്യങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും വിശ്വസിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ, കൊണ്ടുവന്ന കാര്യങ്ങൾ, അംഗീകാരം നൽകിയ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അനുവാദം നൽകിയിട്ടുണ്ടോ, ആ പ്രവാചകന്റെ സുന്നത്ത് ചര്യ ഏതാണോ അത് മുഴുവനും ഫോളോ ചെയ്യാൻ, ഒരു സംശയവുമില്ലാതെ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ശേഷം സംശയമോ നിഷേധമോ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞതാണോ എങ്കിൽ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു, അതിന് ബദലായിക്കൊണ്ട് മറ്റൊരു കാര്യവും എന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. ഈ ഉറച്ച ഈമാൻ നമുക്കുണ്ടാകണം. 3, പരിപൂർണമായി പിൻപറ്റുക എന്നുള്ളതാണ്. എന്ത് പറഞ്ഞോ
അത് സ്വീകരിക്കണം. എന്ത് ചെയ്യരുതെന്ന് വിലക്കിയോ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഈ രൂപത്തിൽ പ്രവാചകന്റെ ചര്യയിൽ ഇല്ലാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു പടപ്പை ദുനിയാവിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യേണ്ടതില്ല, ഫോളോ ചെയ്യേണ്ടതില്ല, സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ നിയമത്തിലില്ലാത്ത, ഞാൻ എന്റെ ചര്യയിലില്ലാത്ത ഒരു കാര്യം ദീനിലാരെങ്കിലും പുതുതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തള്ളപ്പെടേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു ഇസ്ലാമിനെ പൂർത്തിയാക്കി, ഈ മതത്തിനെ പൂർത്തിയാക്കി തന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കാൻ പാടില്ല, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതിന് പുറമെ ഒരു മനുഷ്യൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മതത്തിൽ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ഈ രൂപത്തിൽ മതത്തിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെല്ലാം കൊണ്ടുവന്നാലും അത് മുഴുവനും ബിദ്അത്താണ്, പുത്തനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ഇങ്ങനെയുള്ള മുഴുവൻ പുത്തനാചാരങ്ങളും വഴികേടിലാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, ഈ വഴികേടുകളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലാണ്. അപ്പൊ ചില ആളുകൾ പറയും അത് ബിദ്അത്ത് രണ്ട് രൂപത്തിലുണ്ട്, നല്ല ബിദ്അത്ത്, ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്തുണ്ട്, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ളത്. ഇവിടെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? കുല്ലു ബിദ്അത്തുൻ ളലാല, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതൊക്കെ വഴികേടിലാണ്, ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലാണ് എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, മതത്തിൽ പുതുതായി കടത്തപ്പെടുന്ന ഇത്തരം ബിദ്അത്തുകൾ പ്രത്യേകം സൂക്ഷിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ കാര്യം ഇവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ? നമുക്കറിയാം, നമ്മുടെ മുസ്ലിം സമുദായം മുഴുവനും എന്ത് ചെയ്യാണ്? ഇന്ന് നബിദിനാഘോഷം, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വലിയ തിരക്കുകളിലാണ്. ഓരോ കോപ്രായങ്ങളും ഓരോ വർഷവും പുതുതായി കൊണ്ടുവരുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ഈ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള ചര്യ, ഈ ആചാരം എവിടെ നിന്നാ വന്നതെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ? ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ആചാരമാണിത്. ക്രിസ്ത്യാനികൾ, നസ്വാറാക്കൾ, അവരിലേക്ക് അയക്കപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം മതത്തിന്റെ ഭാഗമായി ആഘോഷിക്കാൻ തുടങ്ങി. അവരിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഇന്ന് മുസ്ലിം സമുദായം അവരുടെ മേൽ അയക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു മുസ്ലിം ഉമ്മത്തിന് ചിന്തിക്കാനുള്ള സമയമായില്ലേ എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരങ്ങളോ ആഘോഷങ്ങളോ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ കടമെടുത്തു കഴിഞ്ഞാൽ, ആ രൂപത്തിൽ അവൻ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനായി എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മറ്റു മതങ്ങളുടെ ആഘോഷം ആ മതത്തിലുള്ള ആളുകൾ ആഘോഷിക്കുന്നതിന്റെയും ആചരിക്കുന്നതിന്റെയും സന്തോഷിക്കുന്നതിനേക്കാളും അപ്പുറമായിക്കൊണ്ടിരുന്ന മുസ്ലിം സമുദായമാണ് അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകളും ആചാരങ്ങളും ആഘോഷങ്ങളും ചാണായിക്കൊണ്ടും മുഴത്തിന് മുഴമായിക്കൊണ്ടും മുസ്ലിം സമുദായമേ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അവരൊരു മാളത്തിൽ, ഈ മാളത്തിൽ എന്ത് ചെയ്യും? ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളും എന്ത് ചെയ്യും? ആ മാളത്തിനുള്ളിലൂടെ നിങ്ങൾ കടക്കും. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, യഹൂദികളെയും നസ്വാറാക്കളെയുമാണോ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത് ഫമൻ, അവരെയല്ലാതെ മറ്റാരെയാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നബിദിനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ക്രിസ്ത്യാനികൾ നബിദിനം അവരുടെ ക്രിസ്മസ് വരുമ്പോൾ പള്ളികളും വീടുകളും അലങ്കരിക്കുന്നത് പോലെ ഇന്ന് മുസ്ലിം സമുദായം അവരുടെ പള്ളികളും വീടുകളും അലങ്കരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മഹലിൽ നിന്ന് ഖതീബ് പ്രത്യേകം ഓർഡർ ഇട്ടിട്ടുണ്ട്, എല്ലാ വീടുകളിലും ലൈറ്റുകൾ, അലങ്കാര ലൈറ്റുകൾ തെളിയിക്കണം എന്നുള്ളത്. അവർ കേക്ക് മുറിക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്.
മുസ്ലിം സമുദായത്തിലും ആ രൂപത്തിലുള്ള മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, കേക്ക് മുറിക്കുന്നു. ഓരോ ആഘോഷങ്ങൾ പുതുതായി കടന്നു വരികയാണ്. അവർ വലിയ റാലിയും ജാഥയും ഘോഷയാത്രകളും നടത്തുന്നു. മുസ്ലിം സമുദായവും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിസ്മസിന് അവർ ഉണ്ണിയേശുവിനെ ഇറക്കുന്നുണ്ട്, ഓണത്തിന് മാവേലിയെ ഇറക്കുന്നുണ്ട്, നബിദിനത്തിനും അവർ ഉണ്ണി മുഹമ്മദിനെ ഒട്ടകപ്പുറത്തിലെത്തിക്കൊണ്ട് കന്തൂറടിപ്പിച്ച് അവർ ആഘോഷങ്ങളിൽ ഘോഷയാത്രകളിൽ മുന്നേ നടത്തുന്നു. എവിടേക്ക് ഈ സമുദായം പോകുന്നത്? അതുപോലെ തന്നെ അവരവരുടെ പ്രവാചകന്മാരെ കുറിച്ച് വലിയ ഘോരമായ രൂപത്തിൽ, അതുപോലെ തന്നെ ശിർക്കൻ വഴികൾ കടന്നു വരുന്ന രൂപത്തിൽ അവരുടെ പ്രവാചകന്മാരെ കുറിച്ച് എന്ത് ചെയ്യുന്നു? മദ്ഹുകൾ പാടുന്നു. മുസ്ലിം സമുദായവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മദ്ഹുകൾ പാടുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് രൂപത്തിൽ? അള്ളാഹു മാത്രം അവകാശപ്പെട്ട സിഫത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് ഈ ആളുകൾ അവരുടെ മൗലൂദ് കിതാബുകളിലൂടെ അവരിങ്ങനെ പാരായണം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ചില വരികളുണ്ട്. ആ വരികളിലൂടെ എന്തെല്ലാം ശിർക്കൻ ആശയങ്ങളാ കടന്നു വരുന്നതെന്നും ചൊല്ലുന്നതെന്നും ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായ പരിചയമുള്ള വരികൾ. ഇർതകബതു അലൽ ഖതാ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. എന്താ അവിടെ പറയുന്നത്? കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ലാതെ ഞാൻ കയറിപ്പോയി നബിയെ, അങ്ങയുടെ അന്യായം ഞാൻ പ്രവർത്തിച്ചു പോയി. അതുകൊണ്ട് എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള ശിർക്കൻ വരികൾ എന്ത് ചെയ്യാം? ഈ ആളുകൾ പാരായണം ചെയ്യാം. മറ്റു വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീർ യാ നദീർ. അവർ പറയാ, അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ചോദിക്കുന്ന നബിയെ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായ നബിയെ, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ താങ്കളിലേക്ക് തിരിക്കാം. എന്റെ ഉദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പറയാണ്, അതൊക്കെ നടപ്പിലാക്കി തരണം. എല്ലാ മനസ്സും കാര്യങ്ങളും ഒക്കെ അറിയുന്ന നബിയെ എന്ന് പറയാം. വീണ്ടും പറയുന്നുണ്ട്, يا ضيافي يا ملاذي في ملمات الأمور. ഈ വചനത്തിൽ പറയുന്നത് എന്താ അറിയോ? നരകത്തിന്റെ മറ്റൊരു പേരാണ് സഈർ എന്ന് പറയുന്നത്. ആ സഈർ എന്നുള്ള നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നബിയെ അങ്ങനെ സഹായിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണേ. പ്രയാസഘട്ടങ്ങളിൽ സഹായിയും അഭയവുമായിട്ടുള്ള നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് തേടുന്ന വരികൾ. അതുപോലെ തന്നെ മറ്റു വരികളിലും നമുക്ക് കാണാൻ സാധിക്കും. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി കഫീറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി. നന്മകളുടെ കൂട്ടുകാരനും പദവികൾ ഉയർത്തുന്നവനുമായ നബിയെ, എന്റെ തിന്മകൾ മായ്ച്ചു കളയുകയും പാപങ്ങളെ പുറത്തു തരികയും ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. തീർന്നില്ല, ഇതുപോലെ ഇഷ്ടം പോലെയുള്ള സമയമില്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെന്തെയാണ് വളരെയധികം വക്രീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണോ? അനുവാദം നൽകിയതാണോ? സ്വഹാബാക്കൾ ചെയ്തതാണോ? ഇസ്ലാമിന്റെ അഹ്ലുസുന്നയിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാർ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അനുവാദം നൽകിയതാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരണത്തിൽ നിന്നും ശിർക്കൻ ആശയങ്ങൾ കടന്നു വരുന്ന വരികൾ വലിയ ഭക്തിയോടുകൂടി ചൊല്ലുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഗൗരവത്തിൽ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ സമുദായത്തെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم സൂക്ഷിച്ചുകൊണ്ട്
ജീവിതത്തിലുടനീളം വലിയ ശ്രദ്ധയോടെയും തഖ്വയോടെയും ഓരോ നിമിഷങ്ങളും മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തുന്നവരെയും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇന്ന് മുസ്ലിം സമുദായം രണ്ട് ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ്. ഒന്ന് നബിദിനം, മറ്റൊന്ന് ഓണം. തീർച്ചയായും നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് അമുസ്ലിമീങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷം തന്നെയാണ്. ഒരു കേരളീയ ഉത്സവവും അല്ല. അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായി കൊണ്ടുള്ള കൃത്യമായ പൂജകളും ആരാധനകളും ആ മതവിശ്വാസികളിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് അവിടെ നമ്മളാരും അറിയാത്ത രൂപത്തിലുള്ള പരസ്യമായ ഒരു രഹസ്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബം, ഇന്ന് മുസ്ലിം സമുദായം അമുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഏറെ എന്തെയാണ്, മുസ്ലിമീങ്ങളാണ് ആ ആഘോഷത്തെ വലിയ വിജയത്തിലാക്കി കൊടുക്കുന്നത്. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി നമ്മുടെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ മക്കൾക്ക് സെറ്റ് സാരി പട്ടുപാവാടയും കോഴ്സ് കൊടുത്ത മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ മാതാപിതാക്കൾ ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ വാങ്ങാനുള്ള പൈസ കൊടുത്തു വിട്ട മാതാപിതാക്കളുണ്ട്. അവരുടെ ആഘോഷങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടാൻ പറ്റുമോ അത് മുഴുവനും കാട്ടിക്കൂട്ടാനുള്ള സ്വാതന്ത്ര്യവും പൈസയും സാമ്പത്തികമായും കൊടുത്ത മാതാപിതാക്കളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ എന്താണെന്ന് അറിയാം. അല്ലാഹു പറയാണ്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. പരമകാരുണ്യന്റെ ദാസന്മാരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകൾ എന്ന് പറയുന്നത് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവർ സൂറിന് സാക്ഷിയാവുകയില്ല എന്നുള്ളതാണ്. സൂർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ വിശേഷിപ്പിച്ചു അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ഈദാണ്, ആഘോഷങ്ങളാണ്. ഇത്തരത്തിലുള്ള മുശ്രിക്കീങ്ങളുടെ ആഘോഷങ്ങളിൽ, അവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള പങ്കാളിത്തവും സാക്ഷികളും ആകാത്തവരാണ് പരമകാരുണ്യന്റെ ദാസന്മാർ, അടിയാറുകൾ എന്ന് വിശേഷിപ്പിച്ചു. നാം ഒന്ന് ചിന്തിക്കുക, ഏതെങ്കിലും രൂപത്തിൽ അവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു മിഠായി കഷ്ണം തിന്നിട്ടാണെങ്കിലും അതിന് സമരസപ്പെടാൻ, സാമ്യപ്പെടാൻ നമ്മളുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ചിന്തിക്കണം. എന്നിട്ട് പറഞ്ഞു, ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിലൂടെ ആ വശത്തിലൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ മറൂ കിറാമ, മാന്യന്മാരായിക്കൊണ്ട് നടന്നു പോകുന്നവരായിരിക്കും അവർ എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ, അവരുടെ ആചാരങ്ങളിൽ മാന്യത കാണിക്കാൻ മുസ്ലിമീങ്ങളായ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് എന്ന് ചെയ്യണം, ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ ഗൗരവത്തിൽ ഉണർത്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. തീർച്ചയായും ഒരു ശിർക്കൻ ആഘോഷവും ആചാരവുമാണ് ഓണം, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളക്കരയിലെ മുഴുവൻ ആളുകൾക്കും കടമെടുക്കാൻ പറ്റുന്ന ഒരു ആഘോഷമല്ല, ആചാരമല്ല. റബ്ബിന്റെ അടുക്കൽ കൃത്യമായി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ എന്നാലും അതിന് സമരസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ ആ ചോദ്യത്തിന് ഞാനും നിങ്ങളും ഒക്കെ അർഹരാകേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തിൽ മനസ്സിലാക്കി ജീവിതത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുകൊടുത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പല രൂപത്തിലുള്ള മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും ഒക്കെ എല്ലാ പ്രയാസങ്ങളും, അസുഖങ്ങളും, ബുദ്ധിമുട്ടുകളും, വേദനകളും നമുക്ക് പരിഹരിച്ച് ആരോഗ്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات
الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.